നാടകാചാര്യൻ ഒ മാധവന്റെ സ്മരണയിൽ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഒ മാധവൻ ഫൗണ്ടേഷൻ അവാർഡ് സമ്മാനിച്ചു. കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ഇന്ദ്രൻസ് ഉൾപ്പെടെ 4 പ്രതിഭകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഒ മാധവന്റെ സാംസ്കാരിക പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചടങ്ങ്. നാടകാചാര്യൻ ഒ മാധവന്റെ സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിന്റെ സാംസ്കാരിക സംഭാവനകളെ അനുസ്മരിച്ച് ഒ മാധവൻ ഫൗണ്ടേഷൻ അവാർഡ് 2026 സമ്മാനിച്ചു. കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കമൽ മുഖ്യാതിഥിയായി. പ്രശസ്ത ചലച്ചിത്ര താരവും ദേശീയ പുരസ്കാര ജേതാവുമായ ഇന്ദ്രൻസിന് ഒ മാധവൻ ഫൗണ്ടേഷൻ ശ്രേഷ്ഠ പ്രകടന പുരസ്കാരം സമ്മാനിച്ചു. ഒ മാധവന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് പുരസ്കാരം സ്വീകരിച്ച ശേഷം നടൻ ഇന്ദ്രൻസ് പറഞ്ഞു. മുകേഷ് സാർ ആദ്യം വിളിച്ചിട്ട് അച്ഛൻ്റെ പേരിലുള്ള ആണ്ട് ആ ദിവസം എനിക്ക് സമ്മാനം തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞാനൊന്ന് അതിനെ ദൂരെ നിന്നാണെങ്കിലും ഒന്ന് എത്തിപ്പിടിക്കാൻ നോക്കി. ആ ദിവസത്തിന് മുമ്പ് നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്ഥാപക ഡയറക്ടറും നാടക സംഘടനയുടെ പ്രസിഡന്റുമായ ശൈലജ ജല ഏറ്റുവാങ്ങി. മലയാള നാടകവേദിയിലെ മുതിർന്ന നടനും സംവിധായകനുമായ കണ്ണൂർ വാസുട്ടിയെ മികച്ച നടനുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ശ്രേഷ്ഠ പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ സ്ഥാപക സെക്രട്ടറിയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ പുനലൂർ സോമരാജിന് സമ്മാനിച്ചു. ചടങ്ങിൽ CR മഹേഷ് MLA, മുൻ MP CS സുജാത, M മുകേഷ്, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പുരസ്കാര ചടങ്ങിന് പിന്നാലെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ 63ാമത് നാടകം ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ അരങ്ങേറി. ഒ മാധവന്റെ നാടക കലാപാരമ്പര്യത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ കലാസങ്കല്പങ്ങൾ പുതിയ തലമുറയിലേക്ക് പകരാനുള്ള വേദിയായി മാറുകയായിരുന്നു ഒ മാധവൻ ഫൗണ്ടേഷൻ അവാർഡ് 2026. അമൃത ന്യൂസ്, കൊല്ലം.